ഓഫ് മൈ ന്യൂ കളർ പെൻസിൽ. ബ്രഷ്ട്രോയിൻ്റെ 24 ഷെയ്ഡ് വരുന്ന വാട്ടർ കളർ പെൻസിലാണ് ഞാൻ മേടിച്ചത്. സോ ഇത് വെച്ച് ഞാൻ ആദ്യം സാത്തോദ ഫ്രിക്കിംഗ് ഗോജുവിന് ഞാൻ വരച്ചായിരുന്നു. നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കിട്ടിയത്. പക്ഷെ അതിനി കാണിക്കാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഈ ഒരു പൊട്ട വീഡിയോ എടുക്കണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും പിന്നെ ഒരു പട്ടിക കാണിക്കാനുള്ള വീഡിയോ. അതുകൊണ്ട് സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. ആൻഡ് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യേ എന്നെ ഓടാൻ വേണ്ടി. സോ അതുകൊണ്ട് എന്താ പറയുക, ഗോജുവിനെ ഞാൻ വരച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി ഇത് കൊള്ളാമല്ലോ, നല്ല ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള റിവ്യൂ ഉണ്ടാവും. സോ ഞാൻ ഈ വട്ടം ഇരയായിട്ട് ഈ ഒരു പെൻസിൽ വെച്ച് വരക്കാൻ പോകുന്നത് തന്നെ ഈ വട്ടം ഇരയായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ തച്ചിയാണ്. സോ ഞാൻ ഓൾറെഡി ഔട്ട്ലൈൻ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് പണിയിലോട്ട് തന്നെ പോവാം. എടാ ഫോക്കസ് ആവണ്ട. സോ നമുക്ക് വെറുതെ ചോദ്യം കുറിച്ചിരിക്കാതെ ഡയറക്റ്റ് പണിയിലോട്ട് പോകാൻ. വെറുതെ വീഡിയോ സബ്സ്ക്രൈബ് ജീവിച്ചു പോകണ്ടേ. ആദ്യം തന്നെ നമ്മുടെ കളർ പെൻസിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അങ്ങോട്ട് തുറന്നേക്കാം. എൻ്റെ മോൻ ആദ്യം കളേഴ്സ് കണ്ട റെയിൻബോ കളേഴ്സ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ആദ്യം തൊട്ട് തന്നെ എന്താ പറയുക ഡാർക്ക് ടു ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ബ്രൗൺ കൊടുത്തു, അതിന് ശേഷം വൈറ്റ് അല്ല ഡാർക്ക് ബ്രൗൺ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കിൻ ടൂൺ തന്നെ. ഈ കളർ പെൻസിൽസ് വെച്ച് ചെയ്യാനായിട്ട് നല്ല സുഖമായിരുന്നു. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു ഈ കളേഴ്സ് വെച്ച്. ബട്ടർ സ്മൂത്ത് കളർ പെൻസിലാണ്, നല്ല രസമുണ്ട് ചെയ്യാനായിട്ട്. ആൻഡ് ബ്ലെൻഡ് അത്യാവശ്യം നന്നായിട്ടാണ് ഡിപ്പെൻഡ് ഓൺ യുവർ പ്രഷർ. So this is very good. Depending on your pressure, this is very good. And last I blend with white. ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ ഹെയർ ആണ്. ഈ ഹെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. സോ ഹെയറും ലിപ്സും കൂടിയാണ്, അല്ലെങ്കിൽ ആ ചുണ്ടിലെ ആ ബ്ലഡും കൂടിയാണ് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകണം. ഈ ഹെഡ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് താഴെയുള്ള പോർഷൻസ് നമുക്ക് പോകാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടാണ്. സോ സോ ഞാൻ ആദ്യം തന്നെ എന്താ പറയുക ഡാർക്ക് പോർഷൻസ് വെച്ചാണ് ഞാൻ തുടങ്ങുന്നത്. ഡാർക്ക് പോർഷൻസ് വെച്ച് തന്നെ ഇച്ചിരി ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത് ബാക്കി ഒരു ഗ്രേ ഷെയ്ഡ് ആണ് ഞാനിപ്പോൾ ഒരു മനസ്സിൽ പ്ലാൻ ചെയ്യണത്. ദെൻ ഐ ഗോ ടു ദിസ് ബ്ലഡ്, ബിക്കോസ് അത് ഇച്ചിരി കൂടി ഈസി ആവും. എൻ്റെ കയ്യിലിപ്പം വൈറ്റ് ജെൽ പെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ നല്ല പാടായിരിക്കും. പിന്നെ ബോഡി അത്യാവശ്യം കുത്തി വരച്ചിട്ടാൽ മാത്രം മതി. സോ ഞാൻ നിങ്ങളിത് കഴിഞ്ഞിട്ട് കാണാം. സോ നിങ്ങൾ കുറേ പേര് വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് പോർട്രേറ്റ് മോഡിൽ വെച്ചെടുക്കുന്നത്, ലാൻഡ്സ്കേപ്പ് മോഡിലാണ് സാധാരണ എടുക്കാറുള്ളത്. സോ ദാറ്റ് റീസൺ ഈസ് എനിക്ക് ഒന്നും കൂടി എടുക്കാൻ കഴിയത്തില്ല. ആൻഡ് ദ സെക്കൻഡ് റീസൺ ഈസ് എനിക്ക് ഷോർട്സും കൂടി എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡ് വെച്ച് എടുക്കുന്നത്. സോ എൻജോയ് ദ ഡ്രോയിങ്. സോ നെക്സ്റ്റ് തിങ് ഈസ് ബ്ലഡാണ്. ഞാൻ പറഞ്ഞ പോലെ ബ്ലഡാണ്, അതുപോലത്തെ ചെറിയ ഡീറ്റെയിൽസ് കാര്യമൊക്കെയാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കാണാൻ പറ്റത്തില്ലായിരിക്കും. ഇനി ലൈറ്റ് ഇട്ട് നോക്കിയാൽ അത് ചിലപ്പോൾ കാണുമായിരിക്കും. കാരണം എൻ്റെ സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൊള്ളാത്ത സാധനമാണ്. ഞാൻ വിവോ ഫോണിലാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ്. സോ എൻജോയ് ദ ഡ്രോയിങ്. ഞാൻ പിന്നെയും പറയാനില്ല, നിങ്ങളിനി കണ്ടോളൂ. സോ ഞാൻ പകുതി വരെ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ പോയി എന്തെങ്കിലും ഞണ്ണിയിട്ട് വരാം. 1 hour later. സോ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നിഞ്ചയുടെ ബാഡ്ജ്, വിത്തച്ചിയുടെ ഒരു ബാഡ്ജും ആ ഡ്രസ്സും ആണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്പം പറയാൻ വിട്ടാ. സോ ഞാൻ ആദ്യം തന്നെ കാണിച്ച മണ്ടത്തരമെന്ന് പറഞ്ഞാൽ ആ ഇത്താച്ചിയുടെ ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഗ്രേ കളറാണ്. പക്ഷേ ഞാൻ പൊട്ടര ബ്ലൂവും ഡാർക്ക് ബ്ലൂ അടിച്ചു വെച്ചു. പിന്നെയാണ് എൻ്റെ പറഞ്ഞത് അയ്യോ ഇത് ക്ലാസിക് നറൂത്തല്ല ഷിപ്പുടനല്ലേ എന്ന് ഓർത്ത് പിന്നെയും ബ്ലാക്ക് അടിച്ച് അത് ഗ്രേ അടിച്ച് എൻ്റെ പരിവ് അങ്ങോട്ട് ഞാൻ വല്ലാത്ത ടയേർഡ് പോയി. അങ്ങനെ ഞാൻ ബാഡ്ജ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കളർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഡ്രസ്സാണ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രോയിങ് ഫിനിഷ് ആവും. സോ ഇവിടം വരെ കണ്ടിട്ട് ലൈക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ്
സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഡ്രസ്സാണ്. സോ അതും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആകും. പിന്നെ ഇതുവരെ കണ്ടിട്ട് എൻ്റെ ചളി ഇത്രയും സഹിച്ചിട്ട് നിങ്ങൾ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെങ്കിലും എനിക്ക് ചെയ്തതാണ്, ഇത്രയും നേരം സഹിച്ചല്ലേ, അതും കൂടി ചെയ്തേക്ക്. ആൻഡ് പിന്നെ ഇതൊക്കെ ചെയ്ത് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം, അതും കൂടി താഴെ കമൻറ്റ് ചെയ്യും. എന്നെ കളിച്ചിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യും. സോ ഞാൻ നെക്സ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ ഷെയ്ഡാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇത് ഏത് സീനാണ് ഇത്തച്ച് ഏത് സീനാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഒബ്വിയസ്ലി എനിക്കറിയാം, എന്നാലും വെറുതെ ഒന്ന് ചെയ്തേക്ക്. സോ ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുവാണ്. ആദ്യം യെല്ലോ കൊടുത്തു, അത് കഴിഞ്ഞ് ഗ്രീൻ, അങ്ങനെ ചെയ്തിട്ട് വാട്ടർ കളർ വെച്ചാണ് ഞാൻ, ഐ മീൻ ബ്രഷ് വെള്ളം എടുത്ത് ഇത് വാട്ടർ കളർ ബേസ്ഡ് കളേഴ്സ് ആയതുകൊണ്ട് എനിക്ക് സീനില്ല. സോ ഞാൻ നെക്സ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടാണ്. ബ്രൗൺ ഓറഞ്ച് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വല്ലാതെ സ്മൂത്തി കളേഴ്സാണ്. സോ ഇനി റിവ്യൂ ടൈം ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. 2 hours it is completely finished. And second thing is I am completely satisfied with this color. ഞാൻ കൊള്ളാമെന്ന് വിചാരിച്ചാൽ ബട്ട് കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ. കൊള്ളാമല്ല, അതിൻ്റെ മേളിൽ ഏറ്റവും മികച്ച ഇപ്പം ഒരു 800 പേസ് നിങ്ങളൊരു കളർ പെൻസിൽ വാങ്ങണം. ഈ കണ്ണ് കൂട്ടി നിങ്ങൾക്ക് ഈ ഒരു കളർ പെൻസിൽസ് തന്നെ വാങ്ങാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് പക്ക നല്ല ബട്ടറി സ്മൂത്ത് സാധനം. ചില കളേഴ്സൊക്കെ ബട്ടറി സ്മൂത്ത് സാധനം. ഇതെൻ്റെ പഴയ ക്യാമലിൻ്റെ ഡോംസിൻ്റെ കളർ പെൻസിലാണ്. ഇത് വെച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു വാക്സ് പേസ് കളറാണ്, ഇതൊരു വാട്ടർ കളറാണ്. അതിൻ്റെ ബെനിഫിറ്റ് കൊണ്ട് ചീത്തതുണ്ട്. ഇപ്പോൾ ചില പോർഷൻസ് ഞാൻ വാട്ടർ കളർ ചെയ്ത് കുളമാകും. അല്ലാതെ വാട്ടർ കളർ ചെയ്യേണ്ട പാട്ട് ചെയ്യാം, അല്ലപ്പോൾ അത് ചെയ്യണ്ട. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കഷ്ടപ്പെടാൻ കഴിയത്തില്ലെങ്കിൽ അത്യാവശ്യം വാട്ടർ കളറും മിക്സ് ചെയ്താൽ മാത്രം മതി. ഒന്നാമത് കുറേ പോസിറ്റീവ് തിങ്സ് ഈ ഒരു പോയിന്റ് എനിക്ക് ലഭിച്ചു. ആൻഡ് ഐ ആം ട്രൂലി ഇംപ്രസ്ഡ് with this drawing and everything is good. എല്ലാം പ്രൈസ് റേഞ്ച് നോക്കിയാലും പ്രീമിയം ലെവൽ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു പെൻസിൽ വാങ്ങാൻ എന്ന് ഞാൻ പറയുന്നത്. ദിസ് ഈസ് ദ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ഇത് മേടിക്കാനുള്ള ഈ ബുക്കിൻ്റെ ഇതിൻ്റെ സ്പ്രെഡായിട്ടില്ല, പക്ഷേ ക്വാളിറ്റി അധികം പോരാ. ഇപ്പം നിങ്ങൾക്ക് പെൻസിൽ സ്കെച്ചും പെന്ന് ആർട്സും ആണ് കൂടുതൽ ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാം. സ്കെച്ച് ബുക്ക് ഞാൻ ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ യുവർ ഫേവറേറ്റ് യൂട്യൂബർ മലപ്പുറം.